എന്ന് വിചാരിച്ച് ആരും പഠിക്കാതിരിക്കരുത്. നമ്മുടെ ടൈം ടേബിൾ വന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എത്ര ദിവസം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു ദിവസം 2 എക്സാം ഒക്കെയാണ് നമുക്ക് എന്താണ് വന്നിരിക്കുന്നത്. അപ്പം എങ്ങനെയൊക്കെയാണ് എക്സാമിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണുക. അപ്പൊ നോക്കിയേ, നിങ്ങൾ ഇങ്ങനെയാണ് ഇപ്പോ 8ാം ക്ലാസ്സിൻ്റെത്, 9ാം ക്ലാസ്സിൻ്റെത്, 10ാം ക്ലാസ്സിൻ്റെത്. അപ്പൊ നമുക്ക് രാവിലെയും ഉച്ചയ്ക്കും എന്താണ് എക്സാം ഉണ്ട്. അപ്പൊ നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെത് എങ്ങനെയാന്നുള്ളത് മിസ് വിശദീകരിച്ച് പറഞ്ഞുതരാം. 10ാം ക്ലാസ്സിന് വരുന്നത് 13-ന് എക്സാം ഉണ്ട്, 14-നുണ്ട്, 17-നുണ്ട്, 18-നുണ്ട്, 19-നുണ്ട്, 20-നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് വരുന്ന ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് 13, 14 എന്താണ് നമുക്ക് അടുപ്പിച്ച് എക്സാം ഉണ്ട്. അതും രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് നമുക്ക് എന്താണ് നിന്ന് തിരിയാൻ സമയമില്ലാത്ത ദിവസമാണ് ഏത് 13ഉം 14ഉം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. എത്ര ദിവസം? 14 കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 15, 16 2 ദിവസം നമുക്ക് എന്താണ് ഇംഗ്ലീഷ് പഠിക്കാനായിട്ടുള്ള ഗ്യാപ്പ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് സാമൂഹിക ശാസ്ത്രമാണ്. നമുക്ക് അവിടെ ഗ്യാപ്പ് ഉണ്ടോ? ഗ്യാപ്പ് ഇല്ല. പിന്നെ നമുക്ക് വരുന്നത് ഗണിതമാണ്, അതിനും നമുക്ക് ഗ്യാപ്പ് ഇല്ല. പിന്നെ വരുന്നത് ഏതാണ്? ഫിസിക്സ് ആണ്, 2 അല്ലെ, അതായത് രാവിലെയും ഉച്ചയ്ക്കും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം 13-ന് നമുക്ക് 1ാം ഭാഷയും അതുപോലെ തന്നെ ഹിന്ദിയുമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അത് നമുക്കൊരു 12-ന് എന്ത് ചെയ്യാം, റിവിഷൻ അടക്കം വെച്ച് പഠിക്കാൻ സാധിക്കും. പിന്നെ വരുന്നത് 14-ന് മലയാള സെക്കൻഡും അതുപോലെ തന്നെ കെമിസ്ട്രിയുമാണ്. എങ്ങനെയാണ് മിസ് പഠിക്കേണ്ടതെന്നും കൂടെ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെയാണ് സബ്ജക്റ്റ് എന്നുള്ളത് വ്യക്തമാക്കി മനസ്സിലാക്കി വെക്കുക. 13-ന് മലയാള ഫസ്റ്റും ഹിന്ദിയുമാണ്, 14-ന് മലയാള സെക്കൻഡും കെമിസ്ട്രിയുമാണ്, 17-ന് ഇംഗ്ലീഷ് ആണ്, 18-ന് സാമൂഹിക ശാസ്ത്രമാണ്, 19-ന് ഗണിതമാണ്, 20-ന് ഫിസിക്സ് ആൻഡ് ബയോളജിയാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്? നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ടഫ് പല സബ്ജക്റ്റുകളായിരിക്കും. ആ ടഫ് ഉള്ള സബ്ജക്റ്റ് എന്ത് ചെയ്യുക, ഇപ്പോഴേ ഇന്ന് മുതലേ ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കുക. അതിൽ എത്ര സബ്ജക്റ്റ്, അതിൽ എത്ര ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് കൂടെ നോക്കുക. ഇപ്പൊ ഗണിതമാണ് നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ്, നമുക്ക് അവിടെ എന്താണ് തലേന്ന് പഠിക്കാൻ പോലുള്ള ഒരു ഗ്യാപ്പ് ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സബ്ജക്റ്റ് ഇപ്പോൾ തന്നെ നിങ്ങൾ കൃത്യമായിട്ടും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി ഗണിതത്തിന്റെ ഒരു ചാപ്റ്റർ പഠിക്കാൻ ഞാൻ ഇന്ന ദിവസം എടുക്കും, അതുപോലെ തന്നെ അത് റിവൈസ് ചെയ്യാൻ ഇന്ന ദിവസം എടുക്കും. ഇങ്ങനെ ഓരോ ദിവസവും എന്ത് ചെയ്യണം, നമുക്ക് ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് കൃത്യമായിട്ടും ആ ദിവസം പഠിക്കണം. അതിന്റെ കൂടെ തന്നെ നമുക്ക് സമയമില്ലാത്ത ദിവസങ്ങൾ അല്ലെ, ഒരു ഗ്യാപ്പ് പോലും ഇല്ലാത്ത ദിവസങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഇനിയും നമുക്ക് എന്താണ് സമയമുണ്ട്. 13-നാണ് എക്സാം വരുന്നത്. ഇനിയും നമ്മുടെ മുന്നിൽ എന്താണ് 10 ദിവസം അധികം അല്ലെ, നമുക്ക് സമയമുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ വിനിയോഗിക്കണം. ഒരു ദിവസം പോലും നമുക്ക് എന്താണ് പാഴാക്കാനില്ല. ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഗണിതമാണെങ്കിൽ, ഫിസിക്സ് ആണെങ്കിൽ, കെമിസ്ട്രി ആണെങ്കിൽ, ഏതാണോ നിങ്ങൾക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റ് അത് നിർബന്ധമായിട്ടും ദിവസവും പഠിക്കുക. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള സബ്ജക്റ്റ് ഏതാണ്, സാമൂഹിക ശാസ്ത്രമാണെങ്കിൽ സാമൂഹിക ശാസ്ത്രം, അല്ലെങ്കിൽ മലയാളമാണെങ്കിൽ മലയാളം, അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, ബാക്കിയുള്ള സബ്ജക്റ്റിനും പ്രയോറിറ്റി കൊടുക്കുക. അങ്ങനെ നമുക്ക് ഇപ്പൊ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് 4ഓ 5ഓ ചാപ്റ്റർ മാത്രമേ ഓരോ സബ്ജക്റ്റിൻ്റെതായിട്ടുള്ളൂ. അത് നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, രാവിലെ ഏതാണ്, ഇതൊക്കെ രാവിലത്തെ എക്സാം ആണ് വരുന്നത്. അന്ന് തന്നെ എന്താണ് ഉച്ചയ്ക്കുള്ള എക്സാം ആണ് ഇവിടെ കൊടുത്തത്. അപ്പോ ഈ എന്താ പറയുന്നത്, നമ്മുടെ ഈ ഒരു മലയാളം ഫസ്റ്റ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും നമുക്കൊരു 10, 11, 12-ന് പഠിക്കാനായിട്ട് വെച്ചാലും മതി അല്ലെ. അതുപോലെ തന്നെ മലയാള സെക്കൻഡും കെമിസ്ട്രിയും, ബാക്കിയുള്ള സബ്ജക്റ്റ് ഈ താഴേന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മേലോട്ട് പഠിച്ചു വരിക. ഇപ്പം തന്നെ ഫിസിക്സും അതുപോലെ തന്നെ ബയോളജി, ഗണിതം, സാമൂഹിക ശാസ്ത്രം, ഇതിനൊക്കെ എന്ത് ചെയ്യുക, മുൻതൂക്കം കൊടുത്തുകൊണ്ട് അത് ഓരോ ചാപ്റ്ററും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ പഠിക്കുക, ഡെയിലി പഠിക്കുക. അതിനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം അല്ലെ. നമ്മൾ ഡെയിലി വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ചോദിക്കാനും ലൈവിൽ എന്താണ് അവസരമുണ്ട്. അതൊക്കെ കൃത്യമായി ഉപയോഗിച്ച് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നോട്ട്സുകൾ ഒന്നും ക്ലിയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ നോട്ട്സുകൾ ക്ലിയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. ഇതനുസരിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കണം. ഇതിന്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് മിസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഇതെന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ഫിസിക്സ്, ബയോളജി, ഗണിതം, സാമൂഹിക ശാസ്ത്രം, ഇതിനൊക്കെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. എല്ലാവരും ടൈം ടേബിൾ നോക്കിക്കൊണ്ട് പഠിക്കുക. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.